വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് കുറേ കറണ്ട് ചാർജ് വരുന്നുണ്ടോ? എന്നാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ഒരുപാട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ മീറ്ററിൻ്റെ താഴെയുള്ള ഈ ഫീസ് സ്കെയിലർ ആട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീസ് സ്കെയിലർ നമ്മളൊന്ന് ഊരി നോക്കുക. ഊരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെരുപ്പിടുക, ഇവിടെ കൈ എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ നമ്മൾ ഊരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഊര് നോക്കുമ്പോൾ ആ ഫീസിന് എന്തെങ്കിലും ഡാമേജോ അതേപോലെ ക്ലാവ് പിടിച്ചിട്ടുണ്ടോ, വയർ എന്തെങ്കിലും കത്തിയിട്ടുണ്ടോ, ആ ലീഡ് എന്തെങ്കിലും കത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ നല്ല ഫീസാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും തരത്തിൽ ഫീസിന് വല്ല ഡാമേജോ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കുക. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളിത് തിരിച്ച് നമ്മൾ കുത്തുമ്പോൾ ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റായിരിക്കണം. ലൂസായി കഴിഞ്ഞാൽ അത് ഹീറ്റാവും, ബില്ല് കൂടാനും അതിന് വേണ്ടി കാരണമാവും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ സ്വിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഐസൊലേറ്റർ ടൈപ്പാണ് വയ്ക്കുന്നത്. പിന്നെ ഗിയറായിരുന്നു, താഴ്ത്തുന്നതും പൊക്കുന്ന ടൈപ്പായിരുന്നു, ലിവർ ടൈപ്പ്. അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഐസൊലേറ്റർ ടൈപ്പ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ റാഡ് കത്തുന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിലും കുറേ ലൂസ് കോണ്ടാക്റ്റ് വന്ന് കുറേ ബില്ല് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ പിന്നെ അകത്ത് നമ്മൾ DB ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. DB ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ELCB ഇല്ലെങ്കിൽ ELCB വയ്ക്കുക. ഉണ്ടെങ്കിൽ ആ ഒരു ELCBയുടെ ആ ടെസ്റ്റ് ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. അപ്പോൾ അമർത്തി പാടെ ട്രിപ്പ് ആവുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അടുത്തുള്ള MCBകളെല്ലാം ഒന്ന് ഓഫ് ചെയ്യുക. കംപ്ലീറ്റും MCBകളും നിങ്ങൾ ഓഫ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും നമ്മൾക്ക് എപ്പോഴെങ്കിലും ഓരോ വർഷം കൂടുമ്പോഴും നമുക്കൊരു MCB ഒന്ന് ട്രിപ്പ് ചെയ്തിട്ട് ഓൺ ചെയ്തത് കുറച്ച് നല്ലതാണ്. എപ്പോഴെങ്കിലും അതൊന്ന് വർക്കിംഗ് കണ്ടീഷനിൽ ഇരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ELCBൻ്റെ അല്ല RCCBൻ്റെ കാര്യങ്ങളാണ്. നമ്മളതൊന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തുക, ട്രിപ്പ് ആവുണ്ടോ നോക്കുക. മാനുവലായിട്ട് നമുക്ക് ട്രിപ്പ് ആക്കരുത്, ആ ടെസ്റ്റ് ബട്ടൺ അമർത്തി തന്നെ ട്രിപ്പ് ആക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇൻവെർട്ടർ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ ഇൻവെർട്ടർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടർ ലെവലാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് ബാറ്ററി ലിക്വിഡിൻ്റെ വാട്ടർ ലെവലാണ് ശ്രദ്ധിക്കണം. ഇതിലെന്തെങ്കിലും തരത്തിൽ കുറവുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. അതിലൊരു മാർക്കുണ്ട്, ആ മീഡിയം ലെവലിൽ ഫില്ല് ചെയ്യണം. പിന്നെ ഈ സ്വിച്ച് ബോർഡിൽ ഇങ്ങനെ വയറൊക്കെ കണക്ട് ചെയ്യണത് കാണാം. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വയർ മാത്രം കുത്തരുത്. ഇതേപോലെ 2 പിൻ ഉപയോഗിച്ചിട്ട് വയർ പ്ലഗ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിലും കുറേ ലൂസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവും. അവിടെയും ബില്ല് നമുക്ക് റീഡിങ് കുറച്ച് കൂടുതൽ വരും കേട്ടോ. ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ പിന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്തത് കാണാനെന്ന് വെച്ചാൽ മൾട്ടി പ്ലഗാണ്. ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നിറയെ പ്ലഗുകൾ കുത്താനായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മളെല്ലാവരും കാണാം ഇതിങ്ങനെ മേലെ ഒരു പ്ലഗ്, സെൻറ്ററിലൊരു പ്ലഗ്, താഴെ ഒരു പ്ലഗ്, അങ്ങനെ കുറേ കുത്തി വയ്ക്കും. ഒരു 5-6 കുത്താനുള്ള മൾട്ടി പ്ലഗുകളൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യരുത്. ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തെന്ന് വെച്ചാൽ ഇത് സ്ക്വയർ പിൻ ആക്കാനായിട്ട് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആ സോക്കറ്റ് ടൈപ്പ് തന്നെ നമുക്ക് മാറ്റാം. മാക്സിമം നമ്മൾ ഓരോ സോക്കറ്റിൽ ഓരോന്നുമായിട്ട് കുത്തുന്ന ടൈപ്പ് നോക്കണം. നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ മിക്സി ഓൺ ചെയ്തിട്ട് അവിടുത്തെ ആ പ്ലഗുകളൊന്ന് ഇളക്കി നോക്കുക കേട്ടോ. നമ്മൾ ആ കുത്തിയുന്ന പ്ലഗ് ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം വരും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പവർ പ്ലഗ് അല്ലാതെ നിങ്ങൾ സാധാ പ്ലഗിലത് കുത്തരുത് കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രിഡ്ജിലേക്ക് കാര്യത്തിൽ വരികയാണെങ്കിൽ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് പോകരുത്. നമ്മൾ ഫുൾ ടൈം ഓൺ ആക്കിയിരിക്കണം. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എപ്പോഴെപ്പോഴും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂളിങ് കൂടും. അതിൻ്റെ ഒരു ബില്ലിൽ ഡിഫറൻസ് വരും. പിന്നെ ഫാനിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഫാൻ നമ്മൾ 1, 2, 4, 5 സ്പീഡ് 6 സ്പീഡ് വരെയൊക്കെ ഉണ്ട്. നമുക്ക് ഏതിലാണോ കംഫർട്ടബിൾ അത് മാത്രം നമ്മൾ ഓൺ ചെയ്തിട്ട് അത്യാവശ്യ സ്പീഡിന് മാത്രം വയ്ക്കുക കേട്ടോ. അപ്പോൾ 1, 2 കാറ്റ് മതിയെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫാനിൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് വരേണ്ടത് TVയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹാളിൽ TV ഉണ്ടെങ്കിൽ എല്ലാവരും സ്വിച്ച് ഓൺ ചെയ്തിട്ട് റിമോട്ടിൽ ഓൺ ചെയ്യാറാണ് പതിവ്. ഇനിയിപ്പോൾ എല്ലാ TVയും അതുപോലെ ആയിരിക്കില്ല. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് TV ഓൺ ആവും. പക്ഷേ ചിലവരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ റിമോട്ടിൽ ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാറില്ല. അപ്പോൾ എന്താ സംഭവിക്കണം, ഇതിൻ്റെ സെറ്റോപ്പ് ബോക്സും അതുപോലെ TVയുടെ ഉള്ളിലത്തെ ബോർഡുകളൊക്കെ അതിൻ്റെ അഡാപ്റ്ററൊക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ മിക്കവാറും അതിന് ബില്ല് കൂടാനും ചാൻസ് ഉണ്ട്. അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബില്ലും കൂടും. അതെന്തിനാണ് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ മോട്ടറിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ഓൺ ചെയ്യുന്നതിന് ഒരേ കാരണം നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു കാരണം ശ്രദ്ധിക്കുക. പിന്നെ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് മെയിനായിട്ട്
ശ്രദ്ധിക്കണം. ഇതിൽ വോൾട്ട് മീറ്റർ ഉണ്ടാവും. വോൾട്ട് മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് അതും ഒന്ന് മാറ്റണം. വോൾട്ട് മീറ്ററിൽ 240, 230, 220 വോൾട്ടിൻ്റെ താഴെയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതുപോലെ ആംബിയർ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഓരോ മോട്ടറിനും ഓരോ തരത്തിലായിരിക്കും കാണിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫുൾ ടാങ്കായിട്ട് മാത്രം നിങ്ങൾ ഓഫ് ചെയ്യുക. പിന്നെ എ സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എ സിയിൽ പല ടെമ്പറേച്ചറിലും കാണാം. നമുക്ക് 32 തൊട്ട് 16 വരെയൊക്കെ കാണും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും 16, 24, 27 ഇടുന്നവരുണ്ട്. മാക്സിമം കൂടുതലും 16, നല്ല തണുപ്പ് വേണം പറഞ്ഞാൽ 16 ഇടും. അതൊന്നും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മളിപ്പോൾ ഇവിടുത്തെ എ സിക്കില്ല. 24 ആ ഒരു ലെവലിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. 27, 20 ഞാൻ 27, 28 ഇടാറ്. അതുകൊണ്ട് മാക്സിമം നമ്മളിത് എനിക്ക് യൂണിറ്റ് വരുന്നത് രാത്രി തൊട്ട് രാവിലെ വരെ ഫുൾ ടൈം ഇട്ടാലും 3 യൂണിറ്റ് വരെ ഇത് എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എ സി ഓഫാക്കാതിരിക്കുക, ഫുൾ ടൈം ഓണാക്കി തന്നെ ഇടുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, റിമോട്ടിൽ ഓഫ് ചെയ്താലും നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിടണം. ചിലവരത് ചെയ്യാറില്ല. പിന്നെ ഇടിമിന്നൽ സമയത്ത് പ്ലഗും റിമൂവ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ബാത്റൂമിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഫാനും എക്സോസ്റ്റ് ഫാനും ലൈറ്റും കൂടി ഒരുമിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമുക്ക് എക്സോസ്റ്റ് ഫാനിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം വെൻറ്റിലേറ്റർ ഉള്ളതുകൊണ്ട് അതിൽ കൂടെ കുറേ പാസേജ് പോവും. അപ്പോൾ ആവശ്യമുള്ളേക്ക് മാത്രം നമുക്ക് ഫാനും ലൈറ്റും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ബാത്റൂം പോയിട്ട് വന്നാൽ അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചാർജറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ മൊബൈൽ ചാർജറിൽ ഊരി കഴിഞ്ഞാൽ അതിലും നമ്മൾ സ്വിച്ച് ഓഫ് ആകാതെ പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം അത് ഊരി വിടുക. നമ്മൾ അഡാപ്റ്റർ ഊരി വയ്ക്കുക. ഇടിമിന്നൽ സമയത്ത് ഊരി വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതേപോലെ സാധാ ബൾബ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ കുറേ വീട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നവിടെയൊക്കെ എന്തായാലും ബില്ല് കൂടുതലായിരിക്കും. ഇതേപോലെ 9 വാട്ട്സിൻ്റെ LED ബൾബ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് മാറ്റിയിട്ട് സാധാ ബൾബ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ മെയിനായിട്ട് കൂടുതൽ കൺസ്യൂമർ വരുന്നത് ഈ ഒരു ഫാനിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് BLDC ഫാനാണ് കേട്ടോ. സാധാ ഫാനിനെക്കാട്ടിയും പകുതിയുടെ പകുതി വാട്ട്സ് എടുക്കുന്ന BLDC ഫാനായിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് നമ്മൾ വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 60% ബില്ലെങ്കിലും നമുക്കിതിൽ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. വീട്ടിൽ മെയിൻ കൂടുതൽ ബില്ല് വരുന്നത് ഫാനിലാണ്. അപ്പോൾ ഇതിൽ ഫാനിൻ്റെ ഇടയിൽ ബെനിഫിറ്റ് എന്നിട്ട് കാണാൻ വൃത്തിയുണ്ട്. ഇടയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ BLDC ഫാന് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്ന എല്ലായിടത്തും ആവശ്യം കഴിഞ്ഞാൽ ഊരി വയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ബില്ലെങ്കിലും നമുക്ക് സേവിക്കാൻ സാധിക്കും. പിന്നെ ELCB എർത്തിങ് ഒക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് കൂടി ഒന്ന് ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ചെക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് എങ്ങനെ വീട്ടിൽ വർക്കിംഗ് ആണോ ELCB അല്ല എർത്തിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പോയി കാണുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും വീട്ടിലെ ബില്ല് കുറയുന്നതായിരിക്കും. താങ്ക് യു.